ഹലോ ഗൈസ്, എല്ലാവർക്കും റെഡ് സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വായനാ ദിന ക്വിസാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. അടുത്ത ചോദ്യം, PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലം പേരൂർ, ആലപ്പുഴ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? സനാതന ധർമ്മം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലേത്? അവകാശികൾ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നതാര്? വള്ളത്തോൾ. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാര്? തകഴി ശിവശങ്കരപ്പിള്ള. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയ സൂത്രം ചെവിയിലോതാം ഞാൻ. ഇതാരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. മലയാള ഭാഷയുടെ പിതാവ്? എഴുത്തച്ഛൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നതാര്? ചെറുശ്ശേരി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആര്? ഗാന്ധിജി. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാര്? വള്ളത്തോൾ. ജനകീയ കവി എന്നറിയപ്പെടുന്നതാര്? കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛൻ സ്മാരകമായ തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത്? കോട്ടയം. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയ വർഷം? 1996. തപാൽ സ്റ്റാമ്പിൽ കാണപ്പെട്ട ആദ്യ മലയാള കവി? കുമാരനാശാൻ. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയത് ആര്? ഇരയമ്മൻ തമ്പി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി? വായന. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത്? കാസർഗോഡ്. മലയാളത്തിലെ ആദ്യ പത്രം? രാജ്യസമാചാരം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ. ശാന്തി പ്രസാദ് ജയിൻ്റെ അമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? മൂർത്തി ദേവി പുരസ്കാരം. മൂർത്തി ദേവി പുരസ്കാരം നൽകുന്നത് ആരാണ്? ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ്.
മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ്? കേരള സാഹിത്യ ചരിത്രം, ഉള്ളൂർ. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്ന്? ആംസ്റ്റർഡാം. ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ അഗ്നിസാക്ഷി, 1976. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.